ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അതുൽ ട്രാവൽ ഫോളിയോ. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൊന്മുടിയിലാണ്. അപ്പം കൊറോണയ്ക്ക് ശേഷം പൊന്മുടി ഇപ്പോൾ ഓപ്പണായിട്ട് ഒരു 4-5 ദിവസം ആയതേ ഉള്ളൂ. അപ്പം നമുക്കിവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം താഴ്ന്ന ടിക്കറ്റ് എടുത്തായിരുന്നു. അപ്പം മുതിർന്ന ഒരാൾക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയും, പിന്നെ കാറിലാണ് വന്നത്. കാറിന് 30 രൂപയാണ് പാർക്കിംഗ് ചാർജ്. അപ്പം അവരവിടെ നിന്ന് കയറാൻ സമയത്ത് പറഞ്ഞത് 2 മണിക്കൂറാണ് അലൗഡായിട്ടുള്ളത്. അപ്പം വേറെ ഇപ്പം ഇന്ന് അത്ര തിരക്കില്ല. പബ്ലിക് ഹോളിഡേയ്സ് ആണെങ്കിൽ അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. ഇതിപ്പം തുറന്നിട്ട് 4 ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം ആളുണ്ട്. എന്നാലും ഭയങ്കര റഷെന്ന് പറയാനില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഞാൻ ഇതിന് മുന്നേ പൊന്മുടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളുക. അപ്പോൾ അപ്പുവിന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പുവിനെയും കൊണ്ട് വന്നതാണ് ജസ്റ്റ്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരുപാട് ഷോർട്സ് ഒന്നുമില്ല, ചെറുത് വളരെ ഷോർട്ടാണ്. കാരണം ഓൾറെഡി ഞാൻ പൊന്മുടി ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. അത്ര പറയത്തക്ക രീതിക്കുള്ളൊരു തിരക്കൊന്നും ഇല്ലായിരുന്നു. അത് പാർക്കിംഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ക്ലൈമറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു 25-26 ഡിഗ്രി ആയിരുന്നു ക്ലൈമറ്റ്. ആ ഒരു പറയത്തക്ക രീതിക്കുള്ളൊരു ഓവർ ചൂടും ഇല്ല, എന്നാൽ ഒരു തണുപ്പും ഇല്ല എന്ന് പറയുന്നൊരു രീതി. ഒരു ഹാഫ്ലി ക്ലൗഡി സണ്ണി ആ ഒരു രീതിക്ക്. പിന്നെ കഴിവതും വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഒരു ഈവനിങ് ടൈമാണ് ഏറ്റവും ബെറ്റർ, ഇല്ലെങ്കിൽ മോർണിംഗ്. അപ്പം അപ്പു വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാം എന്നുള്ളൊരു രീതിക്കാണ് വന്നത്. പക്ഷേ കല്ലാറിൻ്റെ അവിടെ ഒരു ഇറങ്ങാനുള്ളൊരു സ്ഥലത്ത് അവർ ക്ലോസ് ചെയ്തൊക്കെയാണ്. കാരണം വെള്ളത്തിൽ ഇറങ്ങിയുള്ളൊരു സംഭവമൊക്കെ ഇപ്പം നിർത്തി വെച്ചേക്കുവാണ് കോവിഡിൻ്റെത് കാരണം. അതിപ്പോൾ എന്ന് തിരിച്ച് തുടങ്ങുമെന്നുള്ളത് അറിയത്തില്ല. ഇപ്പം ഈ ഒരു നമുക്ക് ഈ പൊന്മുടി കയറാനുള്ളൊരു ഇത് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് പോലീസ് വന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിയും കൂടെ മുൻനിർത്തി വേണം മാസ്ക് ധരിക്കാൻ, അല്ലാതെ പോലീസിനെ പേടിച്ച് മാത്രമാകരുത്. പിന്നെ കഴിവതും കയ്യിലൊരു സാനിറ്റൈസർ കൊണ്ട് നടക്കുക. കാരണം അവിടെ ഇവിടെയൊക്കെ നമ്മൾ പിടിച്ച് നടക്കുവാണ്. അപ്പം കഴിവതും ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യുക. 4 മണി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്ക് തുടങ്ങി. പാർക്കിങ്ങൊക്കെ ഏതാണ്ട് ഫില്ലാകാറായി. ഒരുപാട് പേര് പൊന്മുടി തുറന്നത് കൊണ്ട് വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. നാളത്തെ ദിവസം എന്തായാലും പ്രതീക്ഷിക്കേണ്ട, നാളെ നല്ല തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ്, എന്നിട്ട് പോലും കാരണം അപ്പോൾ തളർന്ന് അപ്പോൾ ഇനി നടക്കാൻ തന്നെ വയ്യ. ആശ മീൻ പിടിക്കാനെന്നൊക്കെ ഉള്ളൊരു ഇതിൽ ചാടി വന്നതാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുമെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തേക്കുക. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.
വാവാ സുരേഷിന് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ദേ നിൽക്കുന്നു ഈ മുതൽ. അപ്പോൾ യൂട്യൂബിൽ കാണുന്ന പോലെ അല്ല പാമ്പ് പിടുത്തം, ഇറ്റ്സ് റിസ്കി. ആ പക്ഷെ അത് ബാക്ക് കാണിച്ചൊന്നും നിൽക്കണ്ടേ, അത് തിരിയണ്ടേ. അവിടെയാണ് തല, ഇതാണ് ബാക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി തലയിൽ. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഞാനൊരു ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. വലിയ ഡിലേ ഒന്നും ഞാൻ ഇടാറില്ല, ഒരുപാട് കമൻ്റൊന്നും വരാറില്ല, അതാണ് സത്യം. അപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് പറയണേ. ആ സൗണ്ട് കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം. എൻ്റെ അപ്പോൾ അത് വേറെന്തോ ആണ്. നീ വാ പോവാം, വാ 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 ഇവിടെ വാടാ. മാമൻ നിൽക്കുക തന്നെ, ഇങ്ങോട്ട് വന്നാൽ മതി. എൻ്റെ പൊന്നു, അവിടെ എന്തോ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോക്കാൻ പോയതാ. ഇതുപോലൊരു ചെറുക്കൻ.